ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അമേസിങ് സീക്രട്സ് ഓഫ് ബ്യൂട്ടി. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടാണ്. സാധാരണ പുട്ട് തന്നെയാണ്. ഇത് നമുക്ക് പുട്ടുകുറ്റി ഇല്ലാതെ എങ്ങനെ പുട്ടവിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇനി ഇത് ഒരു മിക്സിയിലെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് പുട്ടവിക്കാൻ പോകുന്നത്. അടിയിലൊരു വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ളൊരു പാത്രം വയ്ക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കുറേശ്ശെ മാവ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ വീണ്ടും മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന മാവ് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വേവാകുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ സോഫ്റ്റി പുട്ട് തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, അതേ സോഫ്റ്റ്നെസ് എല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഷേപ്പിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രത്യേക തരം വെറൈറ്റി ഒന്നുമല്ല, പക്ഷേ നമ്മൾ ആ ഒരു പുട്ടുകുറ്റിയിലല്ല വേവിക്കുന്നത് എന്നേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. കണ്ടില്ലേ, അതേ സോഫ്റ്റ്നെസ് തന്നെയാണ് ഇതിലും ഉള്ളത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.